യോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി DS. സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാം ഒക്കെ ഇങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സിവിൽ എക്സൈസ് ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ 4ാമത്തെ മൊഡ്യൂൾ ആണ്. അതായത് ഫോറിൻ ലിക്കർ റൂൾസ് എന്നുള്ള ഒരു മൊഡ്യൂൾ ഉണ്ട്. അപ്പോൾ ഇവിടെ അബ്കാരി ആക്ടും ഫോറിൻ ലിക്കർ റൂൾസും ഓൾമോസ്റ്റ് കണക്റ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ഏരിയാസ് ആണ്. അതായത് അവിടെ അബ്കാരി ആക്ടിനകത്ത് നമ്മൾ വിദേശ മദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ വിദേശ മദ്യത്തെ പറ്റിയിട്ട് മാത്രമുള്ള കുറച്ച് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അവിടെ അബ്കാരി ആക്ടിനകത്ത് ചാരായത്തിന്റെയും കള്ളിന്റെയും കാര്യങ്ങളെല്ലാം വരും, എന്നാൽ വിദേശ മദ്യത്തിന്റെ കാര്യവും വരും. അവിടെ ആ വിദേശ മദ്യവുമായി ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ റൂൾസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. സോ ഇവിടെ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ സിലബസിൽ തന്നിട്ടുണ്ട്. ആദ്യം തന്നെ ലൈസൻസുകളെ പറ്റി പഠിക്കണം. ലൈസൻസ് എന്ന് പറയുമ്പോഴത്തേക്കും FL എന്ന് പറഞ്ഞാൽ ഫോറിൻ ലിക്കർ ലൈസൻസ് എന്നാണ് പറയുന്നത്. ഫോറിൻ ലിക്കർ ലൈസൻസ് 1, ഫോറിൻ ലിക്കർ ലൈസൻസ് 3, ഫോറിൻ ലിക്കർ ലൈസൻസ് 11. ഓക്കെ, 3 പഠിക്കണം. ഇത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട അഡീഷണൽ ആയിട്ടുള്ള 2-3 കൂടി പഠിക്കണം. ഇനി സ്ട്രെങ്ത് ഓഫ് ദ ലിക്കറിന്റെ സ്ട്രെങ്ത് നമുക്ക് നോക്കണം. അതുപോലെ ബിയറിന്റെയും വൈനിന്റെയും ലോവർ ലിമിറ്റ് പഠിച്ചു വെച്ചിരിക്കണം. ഡിസ്റ്റൻസ് റൂൾ മനസ്സിലാക്കണം. IMFLന്റെയും FMFLന്റെയും ആ ഒരു സ്ട്രെങ്തും അതുപോലെ പലതരത്തിലുള്ള ഫോറിൻ ലിക്കേഴ്സ് പഠിക്കാം. അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ലിമിറ്റ് എത്രയാണെന്നുള്ള കാര്യങ്ങൾ പഠിക്കണം. അതിന്റെ ട്രാൻസ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഫോറിൻ ലിക്കറിനെ പറ്റിയിട്ട് വർക്കിംഗ് അവേഴ്സിനെ പറ്റി പഠിക്കാം. ദെൻ ഡ്രൈ ഡേയ്സ് നമുക്ക് ഇവിടെയും അബ്കാരി നിയമത്തിനും വരുന്നതാണ്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ മീനിങ് ആൻഡ് നീഡ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെർമിറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. സോ നമുക്ക് ഇതിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് പഠിക്കേണ്ടത് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ആദ്യം തന്നെ കേരള സ്റ്റേറ്റ് ബിവറേജിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. എന്നാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമാകുന്നത് എന്ന് ചോദിച്ചാൽ ഏത് വർഷമാണ്? 1984 കേട്ടോ. 1984 ഫെബ്രുവരി 23 എന്ത് സ്ഥാപിതമാകുന്നത്? കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമാകുന്നത്. ഇതിന്റെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരത്താണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തിനുള്ള സ്ഥാപനമാണിതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വിദേശ മദ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വിദേശത്ത് നിർമ്മിക്കുന്ന വിദേശ മദ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വിദേശ മദ്യങ്ങളെ നമ്മൾ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്നാണ് വിളിക്കുന്നത്, അഥവാ IMFL എന്ന് വിളിക്കും. ഇനി വിദേശത്ത് നിർമ്മിക്കുന്ന വിദേശ മദ്യത്തിനെ നമ്മൾ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ അഥവാ FMFL എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അത് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ വൈനുകളുടെയും വിദേശ നിർമ്മിത വൈനുകളുടെയും സംഭരണവും വിതരണവും നിയന്ത്രിക്കുന്ന കേരളത്തിലെ സ്ഥാപനം ഏതെന്ന് നമ്മളോട് ചോദിച്ചാൽ അത് ഏത് സ്ഥാപനമാണ്? കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. മനസ്സിലായോ? എന്തിന്റെയൊക്കെ കാര്യങ്ങളാണ്? IMFL, FMFL, ഫോറിനിൽ നിന്നുള്ള വൈന്, ഇതിന്റെ സംഭരണം, അതിന്റെ സംഭരണം, അതുപോലെ തന്നെ വിതരണം, അതിന്റെ നിയന്ത്രണം, ഇതെല്ലാം നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ബെവ്കോ എന്ന് നമ്മൾ വിളിക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് മദ്യ ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. മദ്യ ലൈസൻസ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന എക്സൈസ് വകുപ്പ് നൽകുന്ന അനുമതിയാണ് നമ്മൾ മദ്യ ലൈസൻസ് എന്ന് വിളിക്കുന്നത്. ഇനി മദ്യം വിൽക്കാൻ ലൈസൻസ് ഉള്ളവർ ആരൊക്കെയാണെന്ന് കോമൺ ആയിട്ട് ചോദിച്ചാൽ നമുക്ക് മദ്യം കിട്ടുന്ന സ്ഥലങ്ങൾ ആലോചിച്ചാൽ മതി. ബാറുകൾ അല്ലെ, ബാറുകളിൽ കിട്ടും, ഹോട്ടലുകളിൽ കിട്ടും, മദ്യഷോപ്പുകളിൽ കിട്ടും, പൊതു മദ്യശാലകളുണ്ട്, ക്ലബ്ബുകളുണ്ട്, റെസ്റ്റോറന്റുകളുണ്ട്. ഇവയിൽ എല്ലാം അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിലെല്ലാം നമുക്ക് മദ്യം ലഭിക്കും. അപ്പൊ ഇവരെല്ലാരും ഒരേ തരത്തിലുള്ള ലൈസൻസ് എടുത്തിട്ടല്ല അവർ മദ്യം വിൽക്കുന്നത്. ഈ ഓരോ സ്ഥാപനങ്ങൾക്കും പലതരത്തിലുള്ള ലൈസൻസ് ആണ്. പല അനുമതി, പല കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം ലൈസൻസുകളുണ്ട്. സോ അത്തരത്തിലുള്ള ലൈസൻസ് ഉള്ളവർ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? മദ്യം വിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അടുത്ത ഒരു സ്ഥാപനത്തെ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ABC എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് ബിവറേജ് കൺട്രോൾ എന്നാണ് പറയുന്നത്. നമ്മുടെ സംസ്ഥാനങ്ങളിലെ വിൽപ്പനയും മദ്യവിതരണവും നിർദ്ദേശിക്കുന്ന ഓർഗനൈസേഷൻ ആണ് ABC, ആൽക്കഹോളിക് ബിവറേജ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് പ്രധാനമായും പഠിക്കേണ്ടത് ഡിഫറെന്റ് ലൈസൻസുകളെ പറ്റിയിട്ടാണ്. നമ്മുടെ സിലബസിൽ പറയുന്ന ലൈസൻസുകൾ എന്ന് പറയുന്ന 3 ലൈസൻസുകളാണ്. ഒന്ന് FL1, FL3, FL11. അതിൽ നമുക്ക് ആദ്യം FL1നെ പറ്റി പഠിക്കാം. FL1 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പം ബിവറേജിൽ പോയി ക്യൂ നിന്ന് സാധനം വാങ്ങിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു സീൽ ചെയ്ത കുപ്പിയിലാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഈ ഒരു മദ്യം ലഭിക്കുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിൽ
വിൽക്കണമെങ്കിൽ, അതായത് സീൽ ചെയ്ത കുപ്പിയിൽ പൊതുജനങ്ങൾക്ക് മദ്യം വിൽക്കണമെങ്കിൽ ആ സ്ഥാപനം എടുത്തിട്ടുള്ള ലൈസൻസ് ഏത് ലൈസൻസ് ആയിരിക്കും? FL1 ലൈസൻസ് ആയിരിക്കും. മനസ്സിലായോ? FL1 ലൈസൻസ് എന്താണെന്ന് ചോദിച്ചാല് വിദേശ മദ്യം. ഓക്കെ, ഇത് വിദേശ മദ്യത്തിന്റെ റൂൾ അല്ലേ, ഫോറിൻ ലിക്കർ റൂൾ അല്ലേ. സോ ഇവിടെ കള്ളിന്റെ കാര്യമൊന്നും വരത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാല് FL1 ലൈസൻസ് എന്ന് പറഞ്ഞാല് വിദേശ മദ്യം എന്ത് ചെയ്യുന്നു? സീൽ ചെയ്ത കുപ്പികളിൽ പൊതുജനങ്ങൾക്ക് നൽകുന്നു. ഓക്കെ, സീൽ ചെയ്ത കുപ്പികളിൽ, ഓർക്കുക, അവിടെ ഒഴിച്ചു കൊടുക്കുകയോ അല്ലാതെ അവിടെ ഇരുത്തി കൊടുക്കുകയോ അവിടെ വെച്ച് കഴിക്കാൻ സമ്മതിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. അവിടെ കുപ്പിയിൽ, ആ സീൽ ചെയ്ത കുപ്പിയിൽ, പൊട്ടിക്കാത്ത കുപ്പിയിൽ കൊടുക്കുക മാത്രമാണ്, പൊതുജനങ്ങളിലേക്ക് കൊടുക്കുക എന്നത് മാത്രമാണ് ആ സ്ഥാപനങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ ആ സ്ഥാപനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ലൈസൻസ്, അങ്ങനെ കൊടുക്കാൻ അവർക്ക് ലഭിച്ചിട്ടുള്ള ലൈസൻസ് ഏത് ലൈസൻസ് ആയിരിക്കും? FL1 ലൈസൻസ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു വണ്ടിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് അവിടെ കുറെ പേര് ഇങ്ങനെ ക്യൂ നിൽക്കുക സാധനം വാങ്ങിക്കാൻ. അപ്പൊ നിങ്ങളെ മനസ്സിൽ വരണം, ആ സ്ഥാപനത്തിന് ഉള്ള ലൈസൻസ് FL1 ലൈസൻസ് ആണ്. അതുകൊണ്ട് അവർക്ക് അത് കൊടുക്കാൻ മാത്രമേ, പൊതുജനങ്ങൾക്ക് കുപ്പിയിലാക്കി സീൽ ചെയ്ത കുപ്പിയിൽ കൊടുക്കാൻ മാത്രമുള്ള അധികാരം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് അനുവദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എക്സൈസ് കമ്മീഷണർ ഒരു വാടക നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്, അതനുസരിച്ചിട്ടായിരിക്കും അവർ ആ ലൈസൻസ് എടുക്കുന്നത്. ഇനി ഈ FL1 ലൈസൻസ് പ്രകാരം മദ്യം വിൽക്കാൻ എല്ലാവർക്കും അങ്ങനെ അനുവാദം ഒന്നും കിട്ടത്തില്ല. നമുക്ക് പോയിട്ട് ഞങ്ങൾക്ക് FL1 ലൈസൻസ് വേണം, ഞങ്ങൾക്ക് ഒരു മദ്യ ഷോപ്പ് തുടങ്ങാനാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടോ? ഇല്ല. കൃത്യമായിട്ട് ഈ FL1 ലൈസൻസ് ആർക്കൊക്കെ കിട്ടണം എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ട് ഈ നിയമത്തിൽ അല്ലെങ്കിൽ റൂൾസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആർക്കൊക്കെയാണ്? 3 സ്ഥാപനങ്ങൾക്ക് മാത്രമേ FL1 ലൈസൻസ് കിട്ടുകയുള്ളൂ. ഏതൊക്കെയാണ് ആ 3 സ്ഥാപനങ്ങള്? ഒന്ന് നമ്മുടെ ബെവ്കോ ആണ് അല്ലെ, കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, KSBC. ഓക്കെ, KSBC എന്ന് പറയും. KSBC, കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഓക്കെ, അപ്പം അവിടെ നമ്മൾ ബെവ്കോ എന്ന് പറയും അല്ലെ, മാനുഫാക്ചറിങ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് അവിടെ വരുന്നത്. ഇനി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡ്, കൺസ്യൂമർ ഫെഡിൽ കിട്ടും അല്ലെ. കൺസ്യൂമർ ഫെഡില് എന്ത് കിട്ടും? മദ്യം സീൽ ചെയ്ത കുപ്പിയിൽ കിട്ടും. അതുപോലെ തന്നെ സിവിൽ സപ്ലൈസിലും കിട്ടും അല്ലെ. അപ്പോ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിനും കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡിനും കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിനും മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഈ FL1 ലൈസൻസ് കിട്ടുകയുള്ളൂ. അപ്പൊ ഇതിന്റെ ഔട്ട്ലെറ്റുകൾ ആയിരിക്കും പല സ്ഥലങ്ങളിലായിട്ടുള്ളത്. ഈ മെയിൻ സ്ഥാപനം ഇതായിരിക്കും. ഇതിന്റെ പല ഔട്ട്ലെറ്റുകൾ പല സ്ഥലങ്ങളിലായിട്ടും സ്ഥാപിക്കും. അവിടെ നിന്നാണ് നിങ്ങളെല്ലാം ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നത്? ആ മദ്യം വാങ്ങിക്കുന്നത്, സീൽ ചെയ്ത കുപ്പിയിൽ വാങ്ങിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ FL1 ലൈസൻസ് പ്രകാരം മദ്യം വിൽക്കാൻ അനുമതിയുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് 3 സ്ഥാപനങ്ങൾ മാത്രം. ഒന്ന്, അത് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് KSBC ആണ്. 2, കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡ് ആണ്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് അഥവാ KSCCF. ഈ ഷോർട്ട് ഫോം കൂടി പഠിച്ചു വെച്ചേക്കണേ. KSBC, KSCCF, അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി FL1 ഷോപ്പുകൾ എത്രണ്ണം വേണമെന്ന് ആ എണ്ണം തീരുമാനിക്കുന്നത് എക്സൈസ് കമ്മീഷണർ ആയിരിക്കും കേട്ടോ. ഇനി ഇവര് വിദേശ മദ്യം വാങ്ങേണ്ടത്, അതായത് FL1 ലൈസൻസുകാര് പൊതുജനങ്ങൾക്കല്ലേ കൊടുക്കുന്നത്, സോറി, FL1 ലൈസൻസുകാര് ആർക്കാ കൊടുക്കുന്നത്? പൊതുജനങ്ങൾക്കാണ് കൊടുക്കുന്നത്. ഈ പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ ഇവർ FL1 ലൈസൻസുകാർക്ക് ഉണ്ടാക്കാനുള്ള അനുമതിയില്ല. അവരെവിടെ നിന്നോ വാങ്ങിച്ചാണ് എവിടെ നിന്ന് ചെയ്യുന്നത്? പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പൊ അവർ എവിടെ നിന്ന് വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ FL9 ലൈസൻസ് ഉള്ളവരുടെ അടുത്ത് നിന്നും എന്ത് ചെയ്യുന്നു? മദ്യം വാങ്ങിച്ചിട്ടാണ് FL1 ലൈസൻസുകാർ എന്ത് ചെയ്യുന്നത്? പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത്. മനസ്സിലായോ? നമുക്ക് FL9 ഇവിടെ പഠിക്കാനില്ല, സിലബസിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് FL1 പഠിക്കുമ്പോൾ FL11 പഠിക്കുമ്പോഴും ഒക്കെ നമുക്ക് അത് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. FL1 ലൈസൻസ് അല്ലെങ്കിൽ FL3 ലൈസൻസ് പഠിക്കുമ്പോഴും FL9 നമ്മൾ ഓർക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, FL1 ലൈസൻസ് എന്ന് പറയുന്നത് സീൽ ചെയ്ത കുപ്പിയിൽ മദ്യം പൊതുജനങ്ങൾക്ക് കൊടുക്കാനുള്ള ലൈസൻസ് മാത്രമാണ്. ഓക്കെ, ഇനി FL1 ലൈസൻസുകാർക്ക് ഇത് ഉണ്ടാക്കാനുള്ള അനുമതിയില്ല. ഇത് ഉണ്ടാക്കാനുള്ള അനുമതിയുള്ള ലൈസൻസുകാർ ആരാണ്? അത് FL9 ലൈസൻസ് ആണ്. അതായത് ഇപ്പൊ മദ്യം നിർമ്മിക്കണമെങ്കിലോ മദ്യം ആക്കണമെങ്കിലോ മദ്യം വിൽക്കണമെങ്കിലോ അതിന് വേണ്ടിയിട്ട് അവരെടുക്കേണ്ട ലൈസൻസ് ആണ് ഇത് FL9 ലൈസൻസ്. ഓക്കെ, അപ്പം മദ്യം നിർമ്മിക്കുന്ന ആൾക്കാർ എടുക്കുന്ന ലൈസൻസ് ആണ് ഇത് FL9 ലൈസൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ബോട്ട്ലിംഗ് ലൈസൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് മദ്യം ഉണ്ടാക്കി അത് കുപ്പിയിലാക്കി വിൽക്കുന്നു. ഓക്കെ, മദ്യം നിർമ്മിച്ച്
കുപ്പിയിലാക്കി വിൽക്കുന്നു. ഈ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ അവരുടെ കൈവശം ഏത് ലൈസൻസ് ഉണ്ടായിരിക്കണം? FL9 ലൈസൻസ് ഉണ്ടായിരിക്കണം. ഈ FL9 ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ അത് വിൽക്കാൻ, അതായത് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി FL1 ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ അത് പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ, ഈ FL9കാർക്ക് നേരിട്ട് പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? FL1കാർക്കും FL3കാർക്കും വിൽക്കാനേ സാധിക്കുള്ളൂ. അല്ലാതെ ഇവർക്ക് FL9കാരെ ഉണ്ടാക്കിയിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്യത്തില്ല? പൊതുജനങ്ങൾക്ക് കൊടുക്കത്തില്ല. പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ അധികാരമുള്ള 3 സ്ഥാപനങ്ങളുണ്ട്. അവരുടെ കൈവശമുള്ള ലൈസൻസ് FL1 ലൈസൻസ് ആണ്. FL1 ലൈസൻസ് ഉള്ളവർ മാത്രമേ പൊതുജനങ്ങൾക്ക് നേരിട്ട് കുപ്പിയിലാക്കി അല്ല മദ്യം സീൽ ചെയ്ത കുപ്പിയിലാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ നമ്മളിപ്പം FL1 ലൈസൻസ് പഠിച്ചു, FL9 ലൈസൻസ് പഠിച്ചു. FL1 ലൈസൻസ് ആണെങ്കിൽ സീൽ ചെയ്ത കുപ്പിയിലാക്കി മദ്യം വിൽക്കുന്നതിനുള്ള ലൈസൻസ് ആണ്, അത് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നതിനുള്ള ലൈസൻസ് ആണ് FL1. ഇനി FL1 ഇത് എവിടെ നിന്നാണ്, മദ്യം എവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് എന്ന് ചോദിച്ചാൽ FL9 ആൾക്കാർ, ലൈസൻസ് ഉള്ള ആൾക്കാരിൽ നിന്നാണ്. FL9 ലൈസൻസ് എവിടെ നിന്ന്, എന്തിനുള്ള ലൈസൻസ് ആണെന്ന് ചോദിച്ചാൽ അത് എന്തിനുള്ളതാണ്? മദ്യം നിർമ്മിക്കുന്നതിനും കുപ്പിയിലാക്കുന്നതിനും വിൽക്കുന്നതിനുമുള്ള അധികാരമാണ്, അല്ലെങ്കിൽ അതിനുള്ള ലൈസൻസ് ആണ്. ഇനി FL1 ലൈസൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ജസ്റ്റ് ആ ഒരു കട ആലോചിച്ചാൽ മതി. അപ്പം ആൾക്കാർ ക്യൂ നിന്ന് സാധനം വാങ്ങുന്നു. മദ്യക്കടയുടെ പരിസരത്തിരുന്ന് അവർക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. FL1 ലൈസൻസുകാർ അതിനുള്ള അനുവാദം കൊടുക്കത്തില്ല. 2, FL1 ലൈസൻസ് ഉള്ള ആളുകൾ മറ്റ് ലൈസൻസുകൾക്ക് വിദേശ മദ്യം വിൽക്കാൻ പാടില്ല. മനസ്സിലായോ? പൊതുജനങ്ങൾക്ക് മാത്രമേ FL1 ലൈസൻസുകാര് മദ്യം വിൽക്കാൻ പാടുള്ളൂ. അല്ലാതെ ഇവിടുന്ന് എടുത്തിട്ട് FL3കാർക്കോ FL11കാർക്കോ ഒന്നും കൊടുക്കാൻ പാടില്ല. ആര്? FL1കാര്. മനസ്സിലായോ? അപ്പൊ FL1കാർക്കും എന്ത് ചെയ്യാനുള്ള അധികാരമില്ല, മറ്റ് ലൈസൻസ് ഉള്ളവർക്ക് കൊടുക്കാനുള്ള അധികാരമില്ല. പൊതുജനങ്ങൾക്ക് മാത്രമേ കൊടുക്കാനുള്ള അനുവാദമുള്ളൂ. അത് മാത്രമല്ല, സീൽ ചെയ്ത കുപ്പികളിൽ മാത്രമേ മദ്യം വിൽക്കാൻ FL1 ലൈസൻസുകാർക്ക് പറ്റുള്ളൂ. അതുമല്ല, ഇവരെന്ത് ചെയ്തിരിക്കണം? ഡിസ്റ്റൻസ് റൂള് പാലിച്ചിരിക്കണം. എന്താണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് റൂള്? ഇപ്പൊ എന്തെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനമോ ക്ഷേത്രമോ പള്ളിയോ മോസ്കോ ശ്മശാന ഗ്രൗണ്ടോ പട്ടികജാതി പട്ടികവർഗ കോളനികളോ ഉണ്ടെങ്കിൽ അതിന്റെ 200 മീറ്ററിനുള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഈ FL1 ഷോപ്പുകൾ പ്രവർത്തിക്കാൻ സാധിക്കില്ല. 200 മീറ്ററിനപ്പുറത്തേക്ക് മാത്രമേ അത് സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? FL1 ആ മദ്യഷാപ്പുകൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്ഥാപനങ്ങളുടെ അടുത്തൊന്നും എന്ത് ചെയ്യരുത്? സ്ഥാപിക്കരുത്. വിദ്യാഭ്യാസ സ്ഥാപനം, ക്ഷേത്രം, പള്ളി, മോസ്ക്, ശ്മശാന ഗ്രൗണ്ട്, പട്ടികജാതി പട്ടികവർഗ കോളനികൾ. ഹോസ്പിറ്റലിന്റെ കേസ് ഇവിടെ പറയുന്നില്ല, നിയമത്തിനകത്ത് ഹോസ്പിറ്റലിന്റെ കേസ് പറയുന്നില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ. ഇനി FL3 ലൈസൻസിലേക്ക് പോകാം. FL3 ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാറുകൾക്ക് നൽകുന്ന ലൈസൻസ് ആണ്. നമ്മൾ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ബാറിന് എങ്ങനെയാണ് B എഴുതുന്നത്? 3 എഴുതിയിട്ടല്ലേ? സോ അവർക്ക് ലഭിക്കുന്ന ലൈസൻസ് FL3 ലൈസൻസ് ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, FL3 ലൈസൻസ് ബാറുകൾക്ക് ലഭിക്കുന്ന ലൈസൻസ് ആണ്. അത് ആരാണ് നൽകുന്നത്? എക്സൈസ് കമ്മീഷണർ ആണ്. സർക്കാരിന്റെ ഉത്തരവ് പ്രകാരമായിരിക്കും എക്സൈസ് കമ്മീഷണർ FL3 ലൈസൻസ് നൽകുന്നത്. ഇനി ഇവര് FL3കാര് എവിടെ നിന്നാണ് മദ്യം വാങ്ങേണ്ടത്? ആരിൽ നിന്നാണ്? FL9 ലൈസൻസുകളിൽ നിന്നാണ്. അവരാണ് മദ്യം ഉണ്ടാക്കുന്നത്. മദ്യം ഉണ്ടാക്കുന്നതും കുപ്പിയിലാക്കുന്നതും വിൽക്കുന്നതും ആരാണ്? മറ്റ് ലൈസൻസുകൾക്ക് കൊടുക്കുന്നത് FL9കാരാണ്. ഈ FL9കാരിൽ നിന്നായിരിക്കണം FL3കാർ എന്ത് ചെയ്യേണ്ടത്? മദ്യം വാങ്ങേണ്ടത്. ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ബാറല്ലേ, ബാറിന്റെ പരിസരത്തിരുന്ന് എന്ത് ചെയ്യാം? മദ്യം ഉപയോഗിക്കാം. അത് കുഴപ്പമില്ല, അവിടെ അനുവാദമുണ്ട്. ഓക്കെ, 3ക്ക് എന്തുണ്ട്? ആ പരിസരത്തിരുന്ന് ഉപയോഗിക്കാനുള്ള അനുവാദമുണ്ട്. സീൽ ചെയ്യാത്ത കുപ്പികളെ, ഓക്കെ, മറ്റേടത്ത് സീൽ ചെയ്തിരിക്കണം, നിർബന്ധമാണ്. എന്നാൽ ബാറുകളുടെ കേസിൽ, ബാറിൽ അറിയത്തില്ല നിങ്ങൾക്ക്, അല്ലാതെ ഇങ്ങനെ ഒഴിച്ചൊക്കെ കൊടുക്കത്തില്ലേ, അതെന്താണ്? സീൽ ചെയ്യാത്ത കുപ്പികളിൽ മദ്യം വിൽക്കാനുള്ള അനുവാദം അവർക്കുണ്ട്. FL3 ലൈസൻസ് ആണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് സീൽ ചെയ്യാത്ത കുപ്പികളിൽ അവർക്ക് മദ്യം വിൽക്കാൻ സാധിക്കും. അത് മാത്രമല്ല, ഈ ലൈസൻസ് ഉള്ള ഹോട്ടലിൽ താമസിക്കുന്നവർക്ക് മുറികളിലോ ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറന്റുകളിലോ മദ്യം വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ തന്നെ ഇരുന്ന് വേണമെന്നില്ല. അവിടെ റൂമുകളിലും അതുപോലെ തന്നെ റെസ്റ്റോറന്റുകളിലും ഇപ്പൊ പൊതുശല്യം ഇല്ലാതെ, മറ്റുള്ളവരെ ശല്യപ്പെടുത്താത്ത രീതിയിൽ അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി അവർക്ക് എന്തെങ്കിലും അഡീഷണൽ വാടക അടച്ചിട്ടാണെങ്കിൽ അവരെന്ത് ചെയ്യാം? നീന്തൽ കുളങ്ങളുടെ അടുത്തും അതുപോലെ തന്നെ ഹോട്ടലുകളുടെ പുൽമേടുകളിലും മറ്റ് സ്ഥലങ്ങളിലും പൂന്തോട്ടത്തിലും ഒക്കെ മദ്യം വിളമ്പാനായിട്ട് സാധിക്കും. അതിന് പ്രത്യേക വാർഷിക വാടക അടച്ചിരിക്കണം. ഇവിടെയും ഈ FL3കാരും എന്ത് ചെയ്തിരിക്കണം? ആ ഒരു ഡിസ്റ്റൻസ് റൂള് പാലിച്ചിരിക്കണം. അവിടെയും ഡിസ്റ്റൻസ് റൂള് വരുന്നത് 200 മീറ്റർ ആണ്. ഓക്കെ, ഇവിടെ ഒരു സ്പെസിഫിക് കണ്ടീഷൻ വരുന്നുണ്ട്. മെയിൻ ആയിട്ടും 200 മീറ്ററിനാണ് ആ ഒരു ഡിസ്റ്റൻസ് റൂള് വരുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനം, ക്ഷേത്രം, പള്ളി, മോസ്ക്,
ശ്മശാന ഗ്രൗണ്ട്, പട്ടികജാതി പട്ടികവർഗ കോളനി 200 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4 സ്റ്റാറും അതിന് മുകളിലും ക്ലാസിഫിക്കേഷൻ, ഇപ്പൊ 4 സ്റ്റാർ, 5 സ്റ്റാർ ഹോട്ടല്, 7 സ്റ്റാർ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ആ 200 മീറ്റർ ഡിസ്റ്റൻസ് വേണ്ട. ഡിസ്റ്റൻസ് റൂളിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനവുമായോ അല്ലെങ്കിൽ മറ്റുള്ള ക്ഷേത്രം, പള്ളി, മോസ്കോ അല്ലെങ്കിൽ SC/ST ഏരിയാസുമായി ബന്ധപ്പെട്ട 200 മീറ്റർ വേണ്ട. പിന്നെ എത്ര മീറ്റർ മതി? 50 മീറ്റർ ഡിസ്റ്റൻസ് നോക്കിയാൽ മാത്രം മതി. 50 മീറ്ററിന് ഉള്ളിലാകാതിരുന്നാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഏതൊക്കെ കേസിലാണ്? 4 സ്റ്റാറോ അതിന് മുകളിലോട്ടോ, ഓക്കെ, 4 സ്റ്റാർ, 5 സ്റ്റാർ, 7 സ്റ്റാർ ഹോട്ടലൊക്കെ ആണെങ്കിൽ 200 മീറ്റർ ആ ദൂരപരിധി വരത്തില്ല, 50 മീറ്റർ ആക്കി കുറച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ ഇപ്പൊ 4 സ്റ്റാറിന് താഴെയുള്ള ഹോട്ടലുകളൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്തിരിക്കണം? 200 മീറ്റർ പാലിച്ചിരിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ലൈസൻസ് ആണ് FL11 ലൈസൻസ് എന്ന് പറയുന്നത്. എന്താണ് FL11 ലൈസൻസ്? ബിയർ, വൈൻ പാർലറുകൾക്ക് നൽകുന്ന ലൈസൻസുകളെയാണ് FL11 ലൈസൻസ് എന്ന് പറയുന്നത്. എന്താണ്? ബിയർ പാർലറുകൾ, വൈൻ പാർലറുകൾ ഒക്കെ ഇല്ലേ, അവർക്ക് നൽകുന്ന ലൈസൻസ് ആണ്. ബിയർ, വൈൻ രണ്ടെണ്ണം വരുന്നുണ്ടല്ലോ, അപ്പൊ 11 ഓർത്ത് വെച്ചിരിക്കുക. FL11 ലൈസൻസ് ബിയർ, വൈൻ പാർലറുകൾക്ക് നൽകുന്ന ലൈസൻസ് ആണ്. ആരാണ് നൽകുന്നത്? എക്സൈസ് കമ്മീഷണർ ആണ് നൽകുന്നത്. ഇനി ഈ FL11 ലൈസൻസ് അനുവദിച്ചിട്ടുള്ള കുറെ സ്ഥാപനങ്ങളുണ്ട്. നോക്കിക്കേ, KTDC ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ ഹോട്ടലുകൾ, 5 സ്റ്റാർ ഡീലക്സ്, ഹെറിറ്റേജ് ഗ്രാൻഡ്, ഹെറിറ്റേജ് ക്ലാസിക്, നികുതി വകുപ്പിൽ സർക്കാർ അംഗീകരിച്ച ടൂറിസ്റ്റ് കേന്ദ്രം, കേരള സർക്കാരിന്റെ ടൂറിസം വകുപ്പ് തരംതിരിച്ച റെസ്റ്റോറന്റുകൾ, ഇന്ത്യൻ ടൂറിസം മന്ത്രാലയം അംഗീകരിച്ച റെസ്റ്റോറന്റുകൾ, ഇവയ്ക്കെല്ലാം എന്താണ്? FL11 ലൈസൻസ് ഉപയോഗിക്കാവുന്നതാണ്. മനസ്സിലായോ? FL11 ലൈസൻസ് കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കും KTDCയുടെ സ്ഥാപനങ്ങൾക്കും 3 സ്റ്റാർ, 5 സ്റ്റാർ ഹോട്ടലുകൾക്കും ഒക്കെ എന്ത് ചെയ്യാം? FL11 ലൈസൻസ് ഉപയോഗിക്കാം. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകുന്നു. അതാണ് വർക്കിംഗ് അവേഴ്സ് അഥവാ വിൽപ്പന സമയം. ശ്രദ്ധിക്കുക, കള്ള് അല്ലെങ്കിൽ മദ്യത്തിന്റെ ചില്ലറ വിൽപ്പന, അതായത് FL1 ഷോപ്പുകളുടെ ഒരു ദിവസത്തിൽ അവരുടെ ആ ഒരു സമയപരിധി എന്ന് പറയുന്നത് 12 മണിക്കൂറാണ് കേട്ടോ. അവിടെ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ എന്നുള്ള രീതിയിലല്ല പറയുന്നത്. എന്താണ്? കള്ള് അല്ലെങ്കിൽ മദ്യത്തിന്റെ ചില്ലറ വിൽപ്പന ആണെങ്കിൽ, അതായത് FL1 ഷോപ്പുകളുടെ ഒരു ദിവസത്തെ വർക്കിംഗ് അവർ എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണ്? 12 മണിക്കൂറാണ് കേട്ടോ. 12 അവേഴ്സ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി പ്രത്യേക അവസരങ്ങളിൽ മേളകളോ ഉത്സവങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് രേഖാമൂലം സമയപരിധി നീട്ടാനായിട്ട് സാധിക്കും. എങ്കില് PSC മുമ്പ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യം ഇങ്ങനെയായിരുന്നു, അതായത് നമ്മുടെ കേരള സർക്കാരിന്റെ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് ഉണ്ടല്ലോ, അതായത് ബാറുകളുടെ ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണ് കേട്ടോ. രാവിലെ 10 മണി മുതൽ 10 ടു രാത്രി 12. ഓക്കെ, 12 മണി വരെയാണ് എന്ത്? അർദ്ധരാത്രി 12 മണി, ഉച്ചയ്ക്ക് 12 മണിയല്ല, അർദ്ധരാത്രി 12 മണി വരെയാണ് അതിന്റെ പ്രവർത്തന സമയം എന്ന് പറയുന്നത്. ഏതിന്റെയാണ്? കേരള സർക്കാർ നികുതി വകുപ്പ് അംഗീകരിച്ച ടൂറിസം സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന FL3 ലൈസൻസ് സ്ഥാപനങ്ങൾ, അതായത് ബാറുകളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ചോദ്യം ഒന്ന് നോക്കി വെച്ചേക്ക്. ഇനി നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1980 ആണോ, 82 ആണോ, അതോ 84 ആണോ, 86 ആണോ? ഏതാണ്? 1984 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, KSBC, KCCF എന്നിവിടങ്ങളിൽ മദ്യം വിൽക്കാൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ് ഏതാണ്? KSBCയുടെ കാര്യം നമ്മൾ ആദ്യമേലേ പഠിച്ചത്. എന്താണ്? FL1 ആണോ, FL3 ആണോ, FL6 ആണോ, FL11 ആണോ? ഏതാണ്? FL1 ആണ് അല്ലെ? FL1 ആണ് KSBCക്കും KSCCFനും ഒക്കെ കൊടുക്കുന്നത്. ഇനി ബിയർ, വൈൻ പാർലറുകൾ നടത്താൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ് ഏതാണ്? ബിയർ, വൈൻ രണ്ടെണ്ണം ഉണ്ടല്ലോ. ഏതാണ്? FL11 ലൈസൻസ് ആണ്. ഇനി ബാർ നടത്താൻ കേരള എക്സൈസ് നൽകുന്ന ലൈസൻസ് ഏതാണ്? FL3 ആണോ, FL1 ആണോ, FL6 ആണോ, FL11 ആണോ? ബാറിനകത്ത് 3 ഉണ്ടല്ലോ, ബിക്കകത്ത്, അപ്പം FL3 ലൈസൻസ് ആണ്. FL1 ലൈസൻസ് കടകൾ ഒരു സ്കൂളിൽ നിന്നും എത്ര അകലത്തിലായിരിക്കണം? 100, 200, 300, 500. എത്രയാണ്? 200 മീറ്റർ അകലത്തിലായിരിക്കണം. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ബാർ, ക്ലബ്ബ് എന്നിവിടങ്ങളിൽ മദ്യം വിതരണം ചെയ്യുന്നത് ആര്? ഓക്കെ, ബിവറേജിലും ബാറിലും ക്ലബിലും ഒക്കെ മദ്യം വിതരണം ചെയ്യാൻ അനുവാദമുള്ള ലൈസൻസ് ഏതാണ്? FL
9 ലൈസൻസ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ FL11 ലൈസൻസ് അനുവദിച്ചിട്ടുള്ളവ ഏതെല്ലാം? 5 സ്റ്റാർ ഹോട്ടലുകൾ, KTDC ഉടമസ്ഥതയിലുള്ള റിസോർട്ടുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, ഇവയെല്ലാം. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇവയെല്ലാം ആൻസർ ആയിട്ട് വരും. ഇനി സാധാരണ FL1 ഷോപ്പുകൾ ഒരു ദിവസം എത്ര മണിക്കൂർ മദ്യത്തിന്റെ ചില്ലറ വിൽപ്പന നടത്താം എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? അത് 12 മണിക്കൂറാണ് അല്ലെ. സോ അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണ്, ഇവിടെ ബിയും സിയും തമ്മിൽ തിരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ബി ആണ് ആൻസർ. അപ്പൊ ഇവിടെ നിങ്ങൾ തിരുത്തണം, 8 ബി ആണെന്ന് തിരുത്തണം കേട്ടോ. അവിടെ നിന്ന് തിരിഞ്ഞു പോയിട്ടുണ്ടേ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോറിൻ ലിക്കർ റൂൾസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആ ഒരു ലൈസൻസിന്റെ കാര്യങ്ങൾ പഠിച്ചു, അതുപോലെ തന്നെ വർക്കിംഗ് അവേഴ്സും പഠിച്ചു. ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ നോട്ട് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. അപ്പൊ അതിനകത്ത് ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. PSC ലോകം ബൈ ലക്ഷ്മി TS എന്നുള്ള ആ ഒരു ലിങ്ക് സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇതിന്റെ നോട്ട് നിങ്ങൾ അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാക്കി നോട്ടുകളെല്ലാം ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കയറിയിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്